ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയതൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ മിസ്സായിപ്പോയി. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് വ്ളോഗിങ് വീഡിയോ ആണ്. ബേസിക്കലി ഒരു കുക്കിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കുകയാണ്. കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് നമ്മളിന്ന് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്കും പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന വിഭവം എന്ന് പറയുന്നത് പനീർ ചില്ലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പനീർ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ മസാലകളും മസാലപ്പൊടികളും അതുപോലെ തന്നെ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്സിക്കം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള ഇവിടെ പനീറിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞ ഇഞ്ചി, കുനുകുനെ അരിഞ്ഞ ചെറിയുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പനീറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. നമ്മുടെ സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും. ഇത് രണ്ടുമാണ് ആ കറിയുടെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ഉണ്ട്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാനിനകത്തോട്ട് നമ്മൾ ഈ പനീർ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പനീർ വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് ഈ ഫാനിലോട്ട് ഒഴിച്ച് ചൂടായ ശേഷം പനീർ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. സോ നമ്മുടെ പനീറെല്ലാം നമ്മൾ ഇതുപോലെ പാനിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനീർ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് എന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഉള്ളിൽ വേവത്തുമില്ല. സോ ലോ ഫ്ലെയിമിൽ വളരെ ടൈം എടുത്ത് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. പനീറിൻ്റെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറച്ചിടണം. സോ പതിയെ ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. സോ അപ്പോൾ നമ്മൾ പനീർ ഏകദേശം നമ്മൾ ഫ്രൈ ചെയ്ത് പാനിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി വീണ്ടും വേറൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സോ അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. സോ അപ്പോൾ നമ്മൾ ഇട്ട് നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. സോ നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാധനത്തിനകത്തോട്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇടാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയൊരു ബ്രൗണിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി ഏകദേശം അതിൻ്റെ ആ പച്ചപ്പൊന്ന് ജസ്റ്റ് ഒന്ന് പോയി വരുമ്പോൾ നമുക്ക് സവാളയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ സവാള നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സവാളയും ക്യാപ്സിക്കവും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറെ മസാലകളൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇത് ചെറിയൊരു എന്താ പറയുക, കളറിലൊരു ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങുമ്പോൾ നമുക്കറിയാം. പിന്നെ അതിനകത്തൊരു ആ ഒരു മാറ്റം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ആ ഒരു പൊസിഷനിൽ നമുക്കിതിനകത്തോട്ട് അടുത്ത പ്രോസസ്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം സവാള ഏകദേശം ഒന്ന് വഴണ്ട് സെറ്റായിട്ടുണ്ട്. അതിൽ ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മൊത്തമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി മസാലകളും കാര്യങ്ങളും ചേർക്കാനായിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് ഏകദേശം എല്ലാം കൂടെ ഒന്ന് ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു ലേശം മല്ലിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി പനീർ നമ്മൾ മസാലകളെല്ലാം തിരുമ്മി മാരിനേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ ഓവർ മസാലകളൊന്നും വേണ്ട. കുറച്ച് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇനി ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയും മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മളിതൊന്ന് ശരിക്കും മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു മുറുക്കം തോന്നും. ആ മുറുക്കം വരുമ്പോൾ ഒരു സ്പെഷ്യൽ സാധനം, അത് സാൾട്ട് ടു ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു കുറച്ച് ബെറ്റർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ലേശം മതി, അധികം ഒന്നും വേണ്ട, കുറച്ച് ബട്ടറേ ഉള്ളൂ. ചെറിയൊരു കട്ട് ബട്ടർ കൂടെ ഇതിനകത്തായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും യോജിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബട്ടറും പനീറും എല്ലാം കൂടെ അതിനകത്ത് കിടന്നങ്ങ് മിക്സ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ സോസാണ് ഇതിൻ്റെ ഒരു ഹാർട്ട് ആൻഡ് സോൾ എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഒരളവൊന്നും ഞാൻ പറയാനുള്ള, നമുക്ക് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനനുസരിച്ച് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി അധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ്.
അതിനുശേഷം ഒരു ലേശം സോയാ സോസ്. ഒന്നും അളവ് ഞാൻ പറയുന്നില്ല, അവരവർക്ക് ഇഷ്ടമുള്ളൊരു അളവിന് എടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു ടെക്സ്ചർ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പനീർ നമ്മൾ ഫൈനൽ ടച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുഴ എന്നുള്ള ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ആ ഒരു ഫ്ലേവർ ശരിക്കും നമുക്ക് കിട്ടും. ആ ഒരു ഫൈനൽ ടച്ച് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ അറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ലൂസായിട്ട് ചാടിക്കൊണ്ടിരുന്നൊക്കെ മാറി ഒരു ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ പോലെ വെള്ളം പോലെയൊക്കെ ആയി. ഞാനങ്ങനെ സ്വയം പൊക്കുമല്ല, എന്നാലും ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. സോ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. സോ അങ്ങനെ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാനത് സെർവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കഴിക്കുന്നതോ ഒന്നും കാണിക്കണില്ല. ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് ഒന്ന് സേവ് ചെയ്ത് വെക്കാനായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തു. സോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.